إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم أولا بتقوى الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ അവ ജീവനുള്ളവയാണ്, ജീവനുള്ളതാകണം എന്ന് നാം മുമ്പ് സൂചിപ്പിച്ചതാണ്. ഈമാൻ കൊണ്ട് ഹൃദയത്തിന് ജീവനുണ്ടാകണം. ആ ജീവനില്ലാത്ത ഒരു ഹൃദയത്തിന് ആ രൂപത്തിലുള്ള ജീവനില്ല എങ്കിൽ അതുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും നമുക്ക് മോക്ഷം പ്രതീക്ഷിക്കാവതല്ല. ഹൃദയത്തിന് ഈമാൻ കൊണ്ടുള്ള ജീവൻ വേണം. ഈമാനും സൽക്കർമ്മങ്ങളും നമ്മുടെ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്നവയാണ്. വിശിഷ്യ ഹൃദയത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ, അതിൽ ഒന്നാണ് മുമ്പ് നാം സൂചിപ്പിച്ച മുറാഖബ എന്ന ഇബാദത്ത്. അതുപോലെ ഹൃദയത്തിന് വേണ്ട മറ്റൊരു ഇബാദത്താണ് അത്തവക്കുലു അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നുള്ളത്. പലരും തെറ്റി മനസ്സിലാക്കിയ ഒരു ഇബാദത്താണ് തവക്കുൽ. അല്ലെങ്കിൽ ശരിയാവണ്ണം മനസ്സിലാകാൻ ആഗ്രഹിക്കാതെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ
ശ്രദ്ധിക്കാതെ പോയ ഒരു ഇബാദത്താണ് തവക്കുൽ. അത് പറയുന്നതിൽ തന്നെ ചിലർ തെറ്റിക്കലുണ്ട്. തവക്കൽ എന്ന്, തവക്കൽ എന്നല്ല പ്രയോഗം, തവക്കുൽ എന്നാണ്. എന്താണ് തവക്കുൽ? ഒരു മുസ്ലിം തവക്കുൽ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? എപ്പോഴൊക്കെയാണ് ഒരു മുസ്ലിം തവക്കുൽ ചെയ്യേണ്ടത്? കൃത്യമായി നമുക്ക് ധാരണ ഉണ്ടാകേണ്ട വിഷയങ്ങളാണവ. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞു, അത്തവക്കുലു വാജിബുൻ മിൻ ആളമിൽ വാജിബാത്ത്. തവക്കുൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ മേൽ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതാണ്. അഥവാ തവക്കുൽ ചെയ്യൽ വാജിബാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനിസിന്റെ 84-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഫഅലൈഹി തവക്കലു ഇൻ കുൻതും മുസ്ലിമീൻ. നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കണം. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. മുസ്ലിമാണോ അള്ളാഹുവിൽ തവക്കുലാക്കാനാണ് പറഞ്ഞത്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 23-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാകണോ എങ്കിൽ അള്ളാഹുവിൽ തവക്കുലാക്കണം. അപ്പോൾ തവക്കുലാക്കുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. അപ്പോൾ എന്താണ് തവക്കുൽ എന്ന് നമ്മൾ അറിയണം. എപ്പോഴാണ് ഒരു മുസ്ലിം തവക്കുലാക്കേണ്ടത് നമ്മൾ അറിയണം. പ്രിയ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതം മുഴുവൻ സത്യത്തിൽ അവൻ തവക്കുലിലാണ് ജീവിക്കേണ്ടത്. തവക്കുല് വിട്ടിട്ട് ഒരു നിമിഷം പോലും, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും ഒരു സത്യവിശ്വാസി ജീവിക്കാൻ പാടില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴും എല്ലാ സമയങ്ങളിലും വേണ്ട ഒന്നാണ് അത്തവക്കുൽ എന്നുള്ളത്. എങ്കിൽ എന്താണ് തവക്കുൽ? നാം കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. ദുനിയാവ് മുഴുവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളെയും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവൻ അത് അള്ളാഹുവാണ്. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാമുമായി ബന്ധപ്പെടുന്ന ദുനിയാവിലെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാരണങ്ങളുമായി ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ചില സബബുകളുമായി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ദുനിയാവിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച രൂപം. എന്ത് കാര്യം നടക്കാനും അല്ലാഹു വെച്ച ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് ആ കാര്യം ദുനിയാവിൽ ലഭിക്കുക. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടെ അത് നടപ്പാവുക ആ കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന്, വിശക്കുമ്പോൾ നാം ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പം വിശപ്പ് മാറുക എന്ന കാര്യം ലഭിക്കാൻ ഭക്ഷണം കഴിക്കുക എന്ന കാരണത്തെയാണ് നമ്മൾ സമീപിച്ചത്. അത് അള്ളാഹു വെച്ച ഒരു കാരണമാണ്. വിശപ്പ് മാറുക എന്ന കാര്യം അതുണ്ടാകാൻ അള്ളാഹു വെച്ച കാരണങ്ങളിലൊന്നാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ദാഹം പോവുക എന്ന കാര്യത്തിന് നമ്മൾ സമീപിച്ച ഒരു കാരണമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. രോഗിയാകുമ്പോൾ നമ്മളത് ചികിത്സിക്കാറുണ്ട്, അതിൻ്റെ മരുന്ന് തേടി പോകാറുണ്ട്. അപ്പോൾ രോഗം മാറുക എന്ന കാര്യത്തിന് അള്ളാഹു വെച്ച കാരണമാണ് അതിൻ്റെ മരുന്ന് കഴിക്കുക. ഒരിക്കലും ഡോക്ടർ അല്ല രോഗം മാറ്റുന്നത്. ഡോക്ടർ അതിൻ്റെ കാരണത്തെയും രോഗത്തെയും കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം. അതിനുള്ള പഠനം ഡോക്ടർ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രോഗത്തിൻ്റെ കാരണം ഇതാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കാരണത്തിലൂടെ അതിൻ്റെ മരുന്ന് കണ്ടെത്തി ആ കാരണം സ്വീകരിച്ച് ആ കാര്യം നടപ്പിലാകുന്നു. മരുന്നല്ല രോഗം ശിവപ്പെടുത്തുന്നത്. ശിവപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. രോഗത്തെ ശമനപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. അതിൻ്റെ കാരണത്തെ സമീപിക്കാനാണ് നാം പലപ്പോഴും ഡോക്ടറെ അടുത്ത് പോകാറുള്ളത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ആ പള്ളിയിലേക്ക് വന്നു, ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വീട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്ന നിങ്ങളെല്ലാവരും സ്വീകരിച്ച കാരണങ്ങൾ ഒരു വേള പലതായിരിക്കാം. ചിലർ നടന്നു വന്നവരുണ്ടാകും, മറ്റു ചിലർ വാഹനങ്ങളിൽ വന്നവരുണ്ടാകും. വ്യത്യസ്ത കാരണം. പള്ളിയിലേക്ക് എത്തുക എന്ന കാര്യത്തിന് ചിലർ സ്വീകരിച്ച കാരണം നടന്നു വരിക എന്നുള്ളതാണ്.
മറ്റു ചിലർ സ്വീകരിച്ച കാരണം വാഹനങ്ങളിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം തന്നെ നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേള ഒന്നിലധികം കാരണങ്ങൾ ദുനിയാവിൽ വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ കാരണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ കാര്യത്തിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് അങ്ങനെയാണ്. അതാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത്. ഈ കാരണങ്ങളിലൂടെ അല്ലാതെ, ഈ കാരണങ്ങൾ ബന്ധപ്പെടുത്താതെ കാര്യം നടപ്പിലാക്കാൻ കഴിവുള്ളവൻ അത് അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിന് മാത്രമാണ് ഈ കാരണങ്ങളിലൂടെ ഒന്നും ബന്ധപ്പെടുത്താതെ കാര്യം നടപ്പിലാക്കാൻ കഴിയും. അതാണ് അല്ലാഹുവിൻ്റെ കഴിവ്, അഭൗതികമായ കഴിവ് എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്തതൊന്നും അഭൗതികമല്ല. അഭൗതികമായ കഴിവ് അല്ലാഹ് അല്ലാത്തവർക്കില്ല എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. അപ്പോൾ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ സംവിധാനത്തെ നമ്മൾ സമീപിക്കുന്നു. അത് സമീപിക്കുന്നതോടൊപ്പം ആ കാരണങ്ങളെ നമ്മൾ അവലംബിക്കുന്നതോടൊപ്പം അത് ഉപയോഗിക്കുന്നതോടൊപ്പം ഇത് നടപ്പിലാക്കി തരുന്നവൻ ആരാണ്? അത് അല്ലാഹുവാണ്. ഈ കാരണങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ അതിലൂടെ കാര്യങ്ങൾ നടപ്പിലാക്കി തരുന്നവൻ അത് അല്ലാഹുവാണെന്ന ഉറച്ച വിശ്വാസമാണ് തവക്കുൽ. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഈ കാര്യം നടക്കൂല. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി വസ്സലാമ തൗഹീദ് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ തീയിലേക്ക് വലിച്ചെറിയാൻ അവിടെയുള്ള മുശ്രിക്കുകൾ തീരുമാനിച്ചു. തീയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ തീ എന്ന കാരണത്തിലൂടെ ഉണ്ടാകേണ്ട കാര്യം ചൂടാവുക, കരിയുക, പൊള്ളുക എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച തീക്ക് ചൂടാവുക എന്നുള്ള സ്വഭാവം കൊടുത്ത അല്ലാഹു ആ തീയോട് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നീ തണുപ്പാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരണത്തിൽ വെച്ച സ്വഭാവത്തെ അല്ലാഹു മാറ്റി. അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, അവർ ഉദ്ദേശിച്ച കാര്യം ഉണ്ടായില്ല. കാരണം ഈ കാരണത്തെ സംവിധാനിച്ചവൻ അല്ലാഹുവാണ്. അപ്പോൾ ഈ കാരണത്തിലൂടെ കാര്യം നടക്കണമെങ്കിലും അല്ലാഹു ഉദ്ദേശിക്കണം. അല്ലാഹുവിൻ്റെ ഉദ്ദേശമില്ല എങ്കിൽ നടക്കില്ല. വിശപ്പ് മാറാൻ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കും. ഒരു വേള ആ ഭക്ഷണം ശരീരത്തിന് ദഹിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ മറ്റേതെങ്കിലും രോഗാണു ഉണ്ട് എങ്കിൽ വിശപ്പ് മാറില്ല. ഒരു വേള അത് മുഖേന നമുക്ക് രോഗമുണ്ടാകും. നമ്മൾ പള്ളിയിലേക്ക് വരിക അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് നമ്മൾ പോവുക എന്ന പോക്കിനിടയിൽ ഒരു അപകടമുണ്ടായാൽ ആ കാര്യം ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് നന്നായി പഠിക്കും, പരീക്ഷ വിജയിക്കാനാണ്. പരീക്ഷയുടെ അന്നൊരു തലവേദന ഉണ്ടായാൽ, പരീക്ഷയുടെ അന്നൊന്ന് വീണ് കൈയൊടിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂല. അപ്പോൾ പരീക്ഷ നല്ലോണം വിജയിക്കുക എന്നുള്ള കാര്യത്തിന് നമ്മൾ സമീപിച്ച കാരണമാണ് നന്നായി പഠിക്കുക എന്നുള്ളത്. ആ കാരണം സ്വീകരിച്ചിട്ടുകൂടി കാര്യം നടപ്പിലാവില്ല. അപ്പോൾ ഈ കാരണത്തിലൂടെ കാര്യം നടത്തി തരുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ ഖൽബ് ബന്ധപ്പെടുന്നത് അല്ലാഹുവായിട്ടാണ്. ഇത് നടപ്പിലാക്കി തരുന്നവൻ അത് അല്ലാഹുവാണെന്ന ഉറച്ച വിശ്വാസം, അതാണ് തവക്കുൽ. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ തൗഹീദുർ റുബൂബിയ്യ, ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു. തൗഹീദിൻ്റെ 3 ഇനങ്ങളിൽ തൗഹീദുർ റുബൂബിയ്യയുണ്ട്, തൗഹീദുൽ ഉലൂഹിയ്യയുണ്ട്. എന്താണ് തൗഹീദുർ റുബൂബിയ്യ? അത് ശരിയാകുന്നവന് തവക്കുൽ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റും. തൗഹീദിൻ്റെ എല്ലാ വശങ്ങളും ശരിയാവണം. ഒന്നിലേറെ തൗഹീദുർ റുബൂബിയ്യ അഥവാ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവൻ, ഇതിൻ്റെ സാക്ഷാൽ ഉടമസ്ഥൻ, സാക്ഷാൽ നിയന്താവ്, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നവൻ അത് അല്ലാഹുവാണെന്ന ഉറച്ച വിശ്വാസം. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും മറ്റൊന്നിനും ഈ പ്രപഞ്ചത്തിൽ യാതൊരു സ്വാധീനവും ഇല്ല എന്ന ഉറച്ച വിശ്വാസം, അതാണ് തൗഹീദ് റുബൂബിയ്യ. അല്ലാഹുവാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് ഉടമസ്ഥൻ, അല്ലാഹുവാണ് നിയന്താവ്. അല്ലാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക, അതാണ് തൗഹീദ് റുബൂബിയ്യ. റബ്ബായി അല്ലാഹു മാത്രം, മുഴുവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രം എന്ന ഉറച്ച വിശ്വാസം, അതാണ് തൗഹീദുർ റുബൂബിയ്യ. അത് ഉറച്ച് വിശ്വസിച്ച ഒരുവൻ അള്ളാഹുവിലേക്ക് അവൻ്റെ കാര്യങ്ങളെ ഏൽപ്പിക്കും, പൂർണ്ണമായും അള്ളാഹുവിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കും. നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും കാരണങ്ങളെ നമ്മളെ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഹൃദയം അള്ളാഹുവിലാണ്. നമ്മൾ അള്ളാഹുവിൽ ഈ കാര്യവും നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒരു പേരാണ് അൽ വക്കീൽ എന്ന പേര്. അൽ വക്കീൽ, എന്താ വക്കീൽ എന്ന് പറഞ്ഞാൽ? നമ്മളെ ഒരു കാര്യം നടത്താൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാൽ നമ്മൾ പറയും അവനെ വക്കീലാക്കി എന്ന് പറയും. വക്കാലത്ത് ഏൽപ്പിക്കുക എന്ന് പറയും. അത് തന്നെയാണ് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് കടമെടുത്ത പദങ്ങളിൽ ഒന്നായി അത് എണ്ണുന്നു. അല്ലാഹു ആലം. വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ നമ്മുടെ കേസ് എന്താണെന്ന് കൃത്യമായി പഠിച്ച് അത് വാദിക്കുന്നവനെ നമ്മൾ വക്കീൽ എന്ന് പറയും.
നമ്മൾ ഈ കാര്യം നടത്താൻ വേണ്ടി അവനെ ഏൽപ്പിച്ചു. വക്കീൽ, അറബി ഭാഷയിൽ തന്നെ വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം ഏൽപ്പിക്കുക. അപ്പം അള്ളാഹുവിനെ നമ്മൾ ഏൽപ്പിക്കുക. അള്ളാഹുവിൻ്റെ പേര് വക്കീൽ എന്നാണ്. നമ്മുടെ കാര്യം നടത്തി തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ ഒരു പേരാണ് അൽ വക്കീൽ, അൽ മുവക്കൽ. ആ അള്ളാഹുവിലേക്ക് നാം നമ്മുടെ കാര്യങ്ങളെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിക്കുന്നു. ഏൽപ്പിക്കുന്നതോടൊപ്പം അള്ളാഹു സ്വീകരിക്കാൻ പറഞ്ഞ കാരണത്തെ നമ്മൾ സ്വീകരിക്കുന്നു. നടപ്പിലാക്കി തരുന്നത് ആ കാരണമല്ല, അള്ളാഹുവാണ്. കാരണത്തെ നമ്മൾ സ്വീകരിക്കുന്നത് അള്ളാഹു നമ്മളോട് അതിനെ സ്വീകരിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. പലരും തെറ്റിദ്ധരിച്ചാണ് കാരണത്തെ സ്വീകരിക്കേണ്ട, അള്ളാഹു മാറ്റിത്തരും. ജോലിക്ക് പോകേണ്ട റിസ്ക് അല്ല തരും. ചികിത്സിക്കേണ്ട രോഗം അല്ല മാറ്റിത്തരും. അത് സൂഫികളുടെ വിശ്വാസമാണ്, തെറ്റായ വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാരണങ്ങളെ സമീപിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചത് അതാണ്. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പടയങ്കി ധരിച്ചു എന്നാണ്. എന്തിനാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടയങ്കി ധരിച്ചത്? അള്ളാഹുവിൽ തവക്കുലാക്കി പോയാൽ പോലെ. ശത്രുക്കൾ വരാൻ സാധ്യതയുള്ള വഴിയാണെന്ന് കണ്ടപ്പോൾ ആ വഴി മാറ്റിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് അതേ വഴിയിലൂടെ പോയിട്ട് തവക്കുലാണെന്ന് പറഞ്ഞാൽ പോലെ? അലി റളിയല്ലാഹു അൻഹുവിനെ കിടക്കയിൽ കിടത്തി ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ അതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. തവക്കുലാണെന്ന് പറഞ്ഞിരുന്നാൽ പോലെ അതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സ്വീകരിക്കാൻ പറഞ്ഞ കാരണങ്ങൾ, അള്ളാഹു ദുനിയാവിൽ സംവിധാനിച്ച സംവിധാനം അത് നമ്മൾ സ്വീകരിക്കുന്നു. ആ കാരണങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ബന്ധപ്പെടുന്നത് അള്ളാഹുവിൽ. ഈ കാരണം ഉപയോഗിച്ച് ഇത് നടത്തിയതാക്കി തന്നെ അള്ളാഹുവാണ്. ഞാനിത് പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട്, എൻ്റെ പരീക്ഷ വിജയിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഞാൻ പള്ളിയിലേക്ക് പോയി എന്നെ പള്ളിയിലേക്ക് എത്തിക്കുന്നവൻ അള്ളാഹുവാണ്. അതിൻ്റെ അള്ളാഹു സ്വീകരിച്ച കാരണം, അത് നടന്നിട്ടോ വാഹനത്തിലോ, ഞാൻ ആ കാരണത്തെ സ്വീകരിക്കുന്നു. പക്ഷെ ഇത് നടത്തി തരുന്നവൻ അള്ളാഹുവാണ്. ആ ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കൽ. അള്ളാഹ്ക്കറിയാം എന്താണ് ഖൈർ, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നതിൽ ഷർറ് എന്ന്. പൂർണ്ണമായി ഈ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ആ ഏൽപ്പിക്കലാണ്, അതാണ് ഭരമേൽപ്പിക്കൽ. കാരണത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായും ആ കാര്യത്തെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ അതിന് മഹത്വമുള്ള മാതൃകകൾ കാണിച്ചു പോയതാണ്. ആരെങ്കിലും അള്ളാഹുവിനെയാണ് വരമേൽപ്പിക്കുകയെങ്കിൽ അള്ളാഹു അവന് മതിയായതാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അള്ളാഹ് മതിയായതാണ്. ഫഹുവ ഹസ്ബു, വരമേൽപ്പിക്കുന്നവനിൽ അള്ളാഹു എത്ര നല്ലവൻ. സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്താണ്. ആരെങ്കിലും അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബു, അള്ളാഹു അവന് മതിയായതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ് ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ. അവിടെയാണ് അൽ വക്കീൽ. ഹസ്ബിയല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കുന്നവനിൽ, നമ്മളൊരു കാര്യം ഏൽപ്പിക്കുന്നവനിൽ, നമ്മെ ഏൽപ്പിക്കുന്നവനിൽ എത്ര നല്ല വക്കീലാണ് അള്ളാഹു, ഏൽപ്പിക്കുന്നവരിൽ എത്ര നല്ലവനാണ് അള്ളാഹു. അതാണ് ആ പ്രാർത്ഥന. ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും പറഞ്ഞ പ്രാർത്ഥനയാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെല്ലുവിളിച്ചു, ഇതിൻ്റെ ബാക്കി ബദറിൽ കാണാമെന്ന്. അടുത്ത ബദറിൽ കാണേണ്ട സമയമായപ്പോൾ അബൂ സുഫിയാനും കൂട്ടർക്കും യുദ്ധത്തിന് ഒരുങ്ങാനുള്ള സാമഗ്രികൾ അവരുടെ അടുത്തില്ല, സന്നാഹമില്ല, ക്ഷാമം ബാധിച്ചു. നേരത്തെ പറഞ്ഞു പോയ വാക്കിന് വാഗ്ദത്ത ലംഘനം സംഭവിക്കുമല്ലോ എന്ന അപമാന നിമിത്തം അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്, സ്വഹാബത്തിൻ്റെ അടുക്കലേക്ക്, മദീനയിലേക്ക് നുഐം ഇബ്നു മസ്ഊദിനെ പറഞ്ഞയക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടർ മദീനയിലേക്ക് പോയിട്ട് റസൂലിനെയും സ്വഹാബത്തിനെയും പേടിപ്പിക്കാൻ അബൂ സുഫിയാനും മക്ക മുശ്രിക്കുകളും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വമ്പിച്ച സന്നാഹം ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് റസൂലിനെയും സ്വഹാബത്തിനെയും ആ ബദറിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി പണിയെടുക്കാൻ അബൂ സുഫിയാൻ ആളെ പറഞ്ഞയച്ചു. ആ കൂട്ടർ സ്വഹാബത്തിനോട് റസൂലിനോട് വന്ന് പറയുന്നുണ്ട്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ദാ ജനങ്ങൾ ഒരുമിക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ജനങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പടയൊരുങ്ങുന്നുണ്ട് എന്ന് സ്വഹാബത്തിനോട് പറയും. ഫഖ്ശൗഹും, സ്വഹാബത്തിനോട് നിങ്ങൾ അവരെ പേടിച്ചോളീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ പറഞ്ഞ സന്ദർഭത്തിൽ ഫസാദഹും ഈമാനാ, സ്വഹാബത്തിന്റെ ഈമാൻ കൂടി. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ്,
ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹ് മതിയായവനാണ്, നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ അല്ലാഹു മതിയായവനാണ്. വനിഅമൽ വക്കീൽ, കാര്യങ്ങളെ ഏൽപ്പിക്കുന്നവനിൽ അല്ലാഹു എത്രയോ നല്ലവൻ. ആയിഷ റളിയല്ലാഹു അൻഹുവിന് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ആയിഷ റളിയല്ലാഹു അൻഹു ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹുവിനെ കാണുകയും സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒട്ടകം ആയിഷ റളിയല്ലാഹു അൻഹു കയറാൻ വേണ്ടി താഴ്ത്തി കൊടുത്ത് ആയിഷ റളിയല്ലാഹു ഒറ്റയ്ക്ക് വരുമ്പോൾ എന്താണ് ആയിഷ ബീവി പറഞ്ഞത് എന്ന് പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ പ്രാർത്ഥന പറഞ്ഞു എന്നാണ്. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. നമ്മളും പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ അമലാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ് അവരുടെ കാര്യങ്ങൾ അവരത് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുമെന്നുള്ളത്. എല്ലാ കാര്യങ്ങളും അവർ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കും. അതിന് അള്ളാഹു വെച്ച കാരണത്തെ നമ്മൾ സമീപിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നത് അള്ളാഹുവിലാണ്. ഇത് നടപ്പിലാക്കി തരുന്നവൻ അള്ളാഹുവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി കാരണങ്ങളെ ഉപയോഗിക്കുന്ന മുത്തവക്കിലീങ്ങളാണ് സത്യവിശ്വാസികൾ. അവരാണ് മുഅ്മിനീങ്ങൾ. 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിൻ്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായും ഇവരാണ് സത്യവിശ്വാസികൾ. ഇവർ മാത്രമാണ് യഥാർത്ഥ പൂർണ്ണരായ സത്യവിശ്വാസികൾ. ആരാണ്? അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ അവരുടെ ഹൃദയം നടുങ്ങും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അല്ലാഹുവിൻ്റെ ആയാത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ തവക്കുലായി ജീവിക്കുന്നവരാണ്. തവക്കുലാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൽ നേരാമണ്ണം തവക്കുലാക്കിയാൽ ലറസഖകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റിസ്ഖ് നൽകും. കമാ യർസുഖുത് തൈർ, ഒരു പക്ഷിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകും മാതിരി നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകും. തഗ്ദു ഹിമാസൻ വ തറൂഹു ബിത്താന, ഒരു പക്ഷി രാവിലെ പകലിൻ്റെ ആദ്യത്തിൽ ഒരു പക്ഷി ഭക്ഷണം വയറ് കാലിയായ അവസ്ഥയിൽ അത് പോകുന്നു. തഗ്ദു ഹിമാസൻ, വിശന്ന അവസ്ഥയിൽ, വയറ് കാലിയായ അവസ്ഥയിൽ അത് പറക്കുകയാണ്. വ തറൂഹു ബിത്താന, തിരിച്ചു വരുന്നതോ പകലിൻ്റെ അവസാനത്തിൽ അത് തിരിച്ചു വരുന്നത് ബിത്താന, വിശപ്പൊക്കെ അടങ്ങി വയറ് വീർത്ത അവസ്ഥയിലാണ് ആ പക്ഷി തിരിച്ചു വരുന്നത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ഖ് തരുമെന്നാണ്, അള്ളാഹുവിനോട് നേരാവണ്ണം തവക്കുലാക്കിയാൽ. അപ്പം ഇതിനെ എടുത്തുകൊണ്ട് ചില അല്പജ്ഞാനികൾ കാരണങ്ങളെ സമീപിക്കാതെ, സബബുകളായിട്ട് ബന്ധപ്പെടുത്താതെ, അള്ളാഹു വെച്ച കാരണങ്ങളെ സമീപിക്കാതെ വെറുതെ തവക്കുലാക്കി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ഹദീസ് അവർക്കെതിരാണ്. ഈ ഹദീസിലൂടെ കിട്ടും നമ്മൾ കാരണങ്ങളെ സമീപിക്കണം. അള്ളാഹു സംവിധാനിച്ച കാരണങ്ങളെ സമീപിച്ചു കൊണ്ടാണ് അള്ളാഹുൽ തവക്കുലാക്കേണ്ടതെന്ന് ഈ ഹദീസ് തന്നെയാണ് തെളിവ്. കാരണം പക്ഷി ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ കൂടിൽ തന്നെ ഇരുന്നില്ല, മറിച്ച് പക്ഷി രാവിലെ പറന്നുപോയി, അതിനായിട്ട് ഇറങ്ങി തിരിച്ചു, പരിശ്രമിച്ചു, എന്നിട്ടാണ് വയറ് വീർത്ത അവസ്ഥയിൽ ആ പക്ഷി തിരിച്ചെത്തിയത്. അതിൽ നിന്ന് തെളിവെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാരണങ്ങളെ സമീപിക്കണം. കാരണങ്ങളെ സമീപിക്കാതെ അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ തവക്കുലല്ല, തവാക്കുലാണ്. തവക്കുൽ അഭിനയിക്കുക. തവക്കുൽ, യഥാർത്ഥ തവക്കുൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച കാരണത്തെ സ്വീകരിക്കും, അതിനെ ഉപയോഗപ്പെടുത്തും, എന്നിട്ട് അവൻ്റെ ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കും. അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ആ കാരണത്തെ സമീപിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. ആ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസികും സാനിയം ബിതഖ്വല്ലാഹി അസ്സ വജൽ. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെയും പാലിച്ചുകൊണ്ട് തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന്
ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, തവക്കുൽ എന്നതിൻ്റെ രൂപം ഇപ്രകാരമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല തവക്കുൽ. മറിച്ച് ജീവിതത്തിലുടനീളം അടിയുറച്ച ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വേണം. നമ്മുടെ കാര്യങ്ങളൊക്കെയും പൂർണ്ണമായി നടത്തി തരുന്നവൻ അത് അള്ളാഹുവാണ്. ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ അടിയുറയ്ക്കണം. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാരണങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. എല്ലാ കാര്യങ്ങളും, അത് ദുന്യവിയായ കാര്യങ്ങളായിക്കോട്ടെ, ഉഖ്റവിയായ കാര്യങ്ങളായിക്കോട്ടെ, ഇഹലോകവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ പരലോകത്തേക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും അള്ളാഹുവിലേക്ക് നമ്മൾ മനസ്സിനെ ബന്ധിപ്പിക്കണം. പടച്ചവനിൽ പ്രതീക്ഷ വയ്ക്കണം, അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം. ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇഹലോകത്തിൻ്റെ കാര്യവും പലപ്പോഴും പരലോകത്തിൻ്റെ വിഷയത്തിലെ കാര്യത്തിൽ നമ്മളൊക്കെ അശ്രദ്ധരാണ്. ഇഹലോകവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ജോലി കിട്ടുന്ന വിഷയമായിക്കോട്ടെ, നമ്മുടെ മക്കളുടെ പഠനത്തിൻ്റെ വിഷയമായിക്കോട്ടെ, നമ്മുടെ മക്കളുടെ വിവാഹത്തിൻ്റെ വിഷയം, അതിലൊക്കെ തവക്കുൽ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അപ്പോൾ തവക്കുൽ നമ്മുടെ നാവിൽ വരുന്ന പലർക്കും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ, ഒരു ഉംറയ്ക്ക് പോകുമ്പോൾ, ഒരു ഹജ്ജിന് പോകുമ്പോൾ, ഒരു നോമ്പ് പിടിക്കുമ്പോൾ, ഒരു ദഅവാ സംരംഭം നടത്തുമ്പോൾ തവക്കുൽ ഓർമ്മ വരുന്നില്ല. സത്യത്തിൽ ഇബാദത്തുകളിൽ അടക്കം തവക്കുൽ വേണം. അള്ളാഹുവിൻ്റെ സഹായമില്ല എങ്കിൽ എപ്രകാരമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ഇബാദത്ത് പൂർത്തീകരിക്കാൻ കഴിയുക? ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അടക്കം നമുക്ക് അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. വ ഇയ്യാക നസ്തഈൻ. അതിൻ്റെ വിശദീകരണത്തിൽ കാണാം, എല്ലാ കാര്യങ്ങളിലും, ഈ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ, ഈ ഓതുന്ന പാരായണത്തിൽ, ഈ ഫാത്തിഹ പാരായണത്തിൽ, എല്ലാ കാര്യങ്ങളിലും, ഇതല്ലാത്ത ദുനിയയായ മറ്റ് കാര്യങ്ങളിലും എല്ലാത്തിലും അല്ലാഹ് നിന്റെ സഹായം ചോദിക്കുന്നു. നിന്റെ സഹായം ചോദിച്ചുകൊണ്ട്, നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, നിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് ചെയ്യും. നീ സഹായിച്ചാലാണ് നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ ഇബാദത്ത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുക. അതുകൊണ്ട് നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളിലും, ഇഹലോകവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളായാലും ശരി, പരലോകവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, ആ അമല് ചെയ്യുന്നതിന് മുമ്പ് തവക്കുൽ വേണം, ആ അമല് ചെയ്ത് തുടങ്ങുമ്പോൾ തവക്കുൽ വേണം, ആ അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തവക്കുൽ വേണം, ആ അമലിൻ്റെ അവസാന ഘട്ടത്തിൽ തവക്കുൽ വേണം, ആ അമല് പൂർത്തിയാക്കി കഴിഞ്ഞാലും തവക്കുൽ വേണം. തവക്കുലിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന ഖൽബ്, തവക്കുലിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന ഒരു നിമിഷവുമില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചത്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം. ഹയ്യൂമായ ഖയ്യൂമായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്. നിന്റെ റഹ്മത്തിനെ മുൻനിർത്തി ചോദിക്കണം. അസ്തഗീസു, നീ നിങ്ങളോട്, അല്ലാഹുവേ നിന്നോട് സഹായം ചോദിക്കുന്നു, എന്നെ സഹായിക്കണേ. അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹ്. എൻ്റെ കാര്യങ്ങളൊക്കെയും അല്ലാഹ് നീ നന്നാക്കി തരണേ. അസ്ലിഹ് ലീ, നീ എനിക്ക് നന്നാക്കി തരണേ. ശഅ്നി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ദുന്യവിയായ കാര്യങ്ങളും, എൻ്റെ ഉഖ്റവിയായ കാര്യങ്ങളും, എൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹ് നീ നന്നാക്കി തരണേ എന്നാണ്. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ വകല യകിലു തവക്കുൽ. വലാ തകിൽനി, നീ എന്നെ ഏൽപ്പിക്കല്ലേ. ഇലാ നഫ്സി, എൻ്റെ നഫ്സിനെ നീ എന്നെ ഏൽപ്പിക്കല്ലേ. ത്വർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന നേരം പോലും അല്ലാഹുവേ റബ്ബേ എൻ്റെ കാര്യത്തെ നീ എന്നെ ഏൽപ്പിക്കല്ലേ എന്നാ പ്രാർത്ഥന. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചൊല്ലാൻ സുന്നത്താക്കിയ പ്രാർത്ഥനയാണ്. അത് ചൊല്ലുന്നവരാവണം നമ്മൾ. ആ പ്രാർത്ഥനത്തിൻ്റെ അർത്ഥവും ആശയം ഇതാണ്. അപ്പോൾ എന്താ? കണ്ണിമ വെട്ടുന്ന നേരം പോലും നമ്മുടെ കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ അത് ശരിയാവില്ല. റബ്ബ് തന്നെ നോക്കണം, അള്ളാഹു തന്നെ ശരിയാക്കി തരണം, അള്ളാഹു തന്നെ സഹായിക്കണം. ആ രൂപത്തിൽ ജീവിതത്തിലുടനീളം നാമുമായി ബന്ധപ്പെടുന്ന എല്ലാവരെ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട്, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സംവിധാനിച്ച എല്ലാ കാരണങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ.
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബുദ്ധിമുട്ട് എത്രയും വേഗം ദൂരീകരിച്ച് പരിപൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا ولوالدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة